പ്രിയ സനശ്രീ വ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ ഞാൻ വലിയ കോഴി ഫാമിലൊക്കെ നിൽക്കുന്നതാണോ? ഇന്ന് ഞാൻ നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്താം. ഞാനൊരാളെ കാണാൻ വന്നിരിക്കുകയാണ്. ഇവിടുന്ന് കുറെ കോഴിയെ ഞാൻ വാങ്ങും കേട്ടോ. അപ്പൊ അവരെയൊക്കെ ആയിട്ടാണ് ഇന്ന് പോകുന്നത്. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്കൊക്കെ ഒരു നല്ല പരിചയമുള്ള ഒരാളായിരിക്കും. ഈ പോൾട്രി ഫാംസ് ഒക്കെ നടത്തുന്നവർക്ക് നല്ല പരിചയമുള്ള ഒരാളെ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താം. ഇതാരാന്നറിയാവോ? നമ്മുടെ പന്തളം ഫാമിംഗ് സൊല്യൂഷന്റെ അനന്ത് ചേട്ടനെയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യല്ലേ. ഞങ്ങൾ രണ്ടുകൂടെ കോഴി കൈകാലത്തെ കാര്യം നിങ്ങൾക്ക് അറിയാവല്ലോ. ചേട്ടനും കോഴി മേഖല, ഞാനും കോഴിയാണ്. പക്ഷെ ഇതൊക്കെ അപ്പൊ പിന്നെ ഞങ്ങൾക്ക് പറയാൻ ഒരുപാട് കഥകൾ കാണും. അപ്പൊ അതൊക്കെ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക രണ്ടുപേരെ. അപ്പൊ ഞാൻ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ കാണാൻ വന്നിരിക്കുന്ന വ്യക്തി ഇതാണ് നമ്മുടെ അനന്ത് ചേട്ടൻ. കുറെ നാളായി നമ്മള് പരിചയപ്പെട്ടിട്ട് ഫോണിനകത്തൂടെ വാട്സപ്പ് അല്ലെങ്കിൽ കോളിങ്ങിലൂടെ ഒക്കെ ഉള്ള പരിചയം മാത്രമേ ഉള്ളൂ. എനിക്ക് കുറച്ച് കോഴിയെ തരാന്ന് പറഞ്ഞാൽ എന്നെ പറ്റിച്ചു പോയട്ടോ. ഇപ്പോഴാ പറ്റിച്ചെന്ന് വെച്ചാൽ തമാശ പറയാം. എന്റെ കോമഡിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാനത് തമാശ പറഞ്ഞ പറ്റിച്ചെന്ന് വെച്ചാൽ ചേട്ടൻ നല്ല ബിസിയാണ്. ഒരുപാട് തിരക്കൊണ്ട് ഫാമിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത്. ചേട്ടൻ പറഞ്ഞു കാര്യങ്ങള്. കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ചെറുകിട കർഷകർക്ക് തരാൻ കോഴി തികയുമില്ല. നമ്മൾ ചെറുകിട കർഷകർക്ക് കൊടുത്തോണ്ടിരുന്ന ഇപ്പം ഈ ഒറിജിനൽ ബ്രീഡ് കുറച്ച് ഡിലേ ആ വരുന്നത്, ഷോർട്ടേജാ ബ്രീഡിന്റെ. അതുകൊണ്ട് നമുക്ക് വരുന്ന സ്റ്റോക്ക് വളരെ ലിമിറ്റഡാണ്. അതുകൊണ്ട് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കുന്ന ഫാമിൽ കൊടുക്കാനുള്ളതേ തികയുന്നുള്ളൂ. വരും ദിവസങ്ങളിലുണ്ട് റീറ്റെയിൽ. അടുത്ത ഈ മാസം ഡിസംബർ അവസാനത്തേക്ക് റീറ്റെയിൽ സ്റ്റാർട്ട് ചെയ്യും. കാരണം അത്രത്തോളം ഞങ്ങൾ പ്ലേസ്മെന്റ് ചെയ്തു. ഫാമിന്റെ പേരും കാര്യങ്ങളും ഒക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. എത്ര ഇടത്ത് ഫാം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്? അത് ഇവിടെ മാത്രമേ ഉള്ളൂ? മൊത്തം 12 ഫാം ഉണ്ട് നിലവിൽ. 12 ഫാം. ഇപ്പം ഏകദേശം മൊത്തമായിട്ട് 26,000 കോഴികൾ നമ്മുടെ പല ഫാമായിട്ട് കിടക്കും. ഇതിനകത്ത് 3,500 കോഴികളുണ്ട്. ഇതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്? പണിക്ക് പോകണോ? അതിന്റെ ഇടയ്ക്ക് സ്റ്റാഫുകളുണ്ട്. ഇവരെ സ്റ്റാഫാണ്. അപ്പൊ സ്റ്റാഫിനെ കൂടെ പരിചയപ്പെടുത്താം. വന്നു. ഇവര് ഓരോ ഫാമിലേക്ക് ഓരോ ആൾക്കാരെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അവരാണ് ഇതിനെ മേൽനോട്ടം വഹിക്കുന്നതെല്ലാം. പിന്നെ നമ്മുടെ സ്റ്റാഫുകളുണ്ട്. ഇവിടുത്തെ സ്റ്റാഫാണ് ചേച്ചി. പേര് ബുൾബുൾ എന്നാണ് അവന്റെ പേര്. നോർത്ത് ഇന്ത്യൻ ആണ്. ഇത് സ്റ്റാഫ് സന്ധ്യയാണ് ഈ ഫാം മൊത്തം മാനേജ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് കൂടുതലും എനിക്ക് തോന്നുന്നു ചേച്ചിയോട് ചോദിച്ചാൽ കുറെ കൂടി ഇവരെ വളർത്തുന്ന രീതികളും കാര്യങ്ങളും ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ തോന്നുന്നു. അതെ ഞാൻ ഇവര് ഈ മേഖലയിലോട്ട് പുതിയതായിട്ട് വന്നതാണ്. ഇവരെ നമ്മൾ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇവരെ ഇപ്പൊ ഒരു ഓക്കെ ആയി. ഇപ്പൊ ഏകദേശം 6 വർഷത്തോളമായി സന്ധ്യ ഞങ്ങളുടെ ഇതില് കൂടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ ബുൾബുൾ ആണെങ്കിൽ തന്നെ 2 വർഷത്തോളമായി. ബുൾബുൾ എന്നാണ് പേര്. 2 വർഷത്തോളമായി. ബുൾബുൾ അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഇവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അനന്ത് ചേട്ടൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇവരെ ഞങ്ങള് ഒട്ടും ഇതിനെ പറ്റി ഒരു കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരല്ല ഈ കോഴി വളർത്തൽ മേഖലയിലേക്ക്. ഞാനിപ്പോ ഇവരെ കൊണ്ടുപോയാൽ തന്നെ ഇവർക്ക് എന്ത് തീറ്റ കൊടുക്കണം, അല്ലെങ്കിൽ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പോലും അറിയാത്ത എന്നെ പോലെ ഒരാള് വന്നു കഴിഞ്ഞാൽ അനന്ത് ചേട്ടൻ എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? അതാണ് എന്നെ കാണുന്നത്. അതായത് എന്നെ കാണുന്ന കൂടുതലും ചെറുകിട കർഷകരാണ്. അവർക്ക് വേണ്ടി എന്ത് പറഞ്ഞു കൊടുക്കാൻ അനന്ത് ചേട്ടന് കഴിയും? ഇതിപ്പോൾ ഗ്രോവർ സ്റ്റേജ് ആണ്. ഗ്രോവർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ലേയിങ്ങിന് മുമ്പായിട്ട് എന്നുവെച്ചാൽ മുട്ടയിടുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജാണ് ഗ്രോവർ. ഇപ്പൊ നമ്മൾ നല്ലപോലെ ഫീഡാണ് ഇവിടെ കൊടുക്കുന്നത്. നോക്കുമ്പോൾ അറിയാം ഏകദേശം എപ്പോഴും ഫീഡ് ഫുൾ ആയിരിക്കും. ഇപ്പൊ ലേയിങ് സ്റ്റേജിലോട്ട് മാറി കഴിയുമ്പോൾ നമുക്ക് ഫീഡ് ഇതിന്റെ കൺട്രോൾ ചെയ്യണം. അതുവരെ അത്യാവശ്യം ഏകദേശം ഒരു 90 ഗ്രാം 70-80 ഗ്രാം പ്രായം അനുസരിച്ചാണ് ഇതിന്റെ തീറ്റി എടുക്കത്തുള്ളത്. അത് എങ്കിലും പോലും ഗ്രോയിങ് സ്റ്റേജ് നല്ലപോലെ നമ്മൾ ഫീഡ് കൊടുക്കണം. അത് കഴിയുമ്പോൾ ലേയിങ് സ്റ്റേജിലോട്ട് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫീഡ് കട്ട് ചെയ്യും. അതെന്തിന് കട്ട് ചെയ്യുന്ന വെച്ചാൽ ഇല്ലെങ്കിൽ ഇത് നെയ്മുറ്റും മുട്ടയിടയിൽ കുറയും. ചിലർ പറയും ഓവർ തീറ്റി ചെയ്തിട്ട് മുട്ട കുറയും. അങ്ങനെ അതുപോലെ തന്നെ ബാക്ക് സൈഡ് കൊളാപ്സ് ആയിട്ട് ചാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പല ഇപ്പം കോഴികളെ വളർത്തുന്ന നോക്കണം, മുട്ടയിൽ ഇങ്ങനെ ബ്ലഡിന്റെ സ്റ്റെയിൻ വര കാണും, അല്ലെങ്കിൽ ബ്ലഡിന്റെ അംശം കണ്ടാൽ ഓർത്തോണം നിങ്ങൾ ഓവർ ഫീഡ് കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഫീഡ് കട്ട് ചെയ്യണം. ഈ സമയത്ത് ഗ്രോവർ എന്ന് പറഞ്ഞ ഫീഡാണ് കൊടുക്കേണ്ടത്. മുട്ടയിടയിൽ തുടങ്ങി കഴിയുമ്പം ലെയർ മാഷ് അല്ലെങ്കിൽ ലെയർ പെല്ലറ്റ് എന്ന് പറയുന്ന മുട്ടത്തീറ്റി വരും, അത് കൊടുക്കണം. ഇപ്പം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഏത് കമ്പനിയുടെ ഫീഡാണോ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതേ കമ്പനിയുടെ ഫീഡ്
ഫോളോ അപ്പ് ചെയ്യണം. അല്ല മാറ്റി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന എല്ലാം മുട്ട കുറയും. അതേപോലെ ഞാൻ മറ്റൊരു സംശയം കൂടി ചോദിക്കും, ഇവർക്ക് എന്ത് വിര മരുന്ന് മെഡിസിൻസ് അങ്ങനെ എന്തൊക്കെ? അതെ, ഇപ്പൊ നമ്മളിവിടെ എല്ലാ മെഡിസിൻസും ഞങ്ങൾ ഇവിടെ കൊടുക്കും. വിരമരുന്ന് കൊടുക്കേണ്ടത് എല്ലാ 80 മുതൽ 90 ദിവസങ്ങളുടെ ഇടയിൽ വിരമരുന്ന് കൊടുക്കേണ്ട ഡോസേജ് 100 കോഴികൾക്ക് 30 ml എന്നുള്ള ഒരു ശരാശരിയിലാണ് കൊടുക്കേണ്ടത്. പിന്നെ വിരയുടെ അസുഖങ്ങൾ ചിലപ്പം നമ്മളെ കാണിക്കും, സിംറ്റംസ് കാണിക്കും. ത്രോട്ടിലിട്ട് കഴുത്തിങ്ങനെ കുടയും, എപ്പോഴും കഴുത്ത് കുടയും, അതിൽ മേളോട്ട് കഴുത്ത് വെച്ചിട്ട് ഇങ്ങനെ കക്കിക്കളയും, നമ്മുടെ തൊണ്ടയ്ക്ക് കുടുങ്ങി കഴിയുമ്പം തുപ്പാനുള്ള ഒരു പ്രവണത കാണിക്കും, വാ പൊളിക്കും. അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയാണ് ലക്ഷണങ്ങളാണ്. നമ്മള് സാധാരണക്കാരായ നമ്മൾ ചെയ്യുന്ന എന്താ കുറുകുറുപ്പൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും അത് പനിയാണെന്ന് പറഞ്ഞ് പനിക്കുള്ള മരുന്നുകൾ കൊടുത്തുകൊണ്ടിരിക്കും. അതൊരു തെറ്റായ ധാരണയാണ്. എനിക്ക് കഴിഞ്ഞ ദിവസം, അതായത് ഈ BB380 അല്ല, നമ്മുടെ ഗ്രാമശ്രീ യന്ത്രപ്പെട്ട കോഴികളുണ്ട്, അവരിത് കാണിച്ചപ്പോൾ ഞാൻ കുറച്ച് ദിവസം അധികം പനിയുടെ മരുന്ന് കൊടുത്തോണ്ടിരുന്നു. പക്ഷെ ആ പനിയുടെ മരുന്ന് കൊടുത്തോണ്ട് ഒരു പ്രയോജനമില്ല. പിന്നീട് ഞാനതിന് വിരയുടെ മരുന്ന് കൊടുത്തതിന് ശേഷമാണ് അതൊന്ന് ഓക്കെ ആയി. അങ്ങനെ വിരയുടെ സിംറ്റംസ് കാണിക്കുമ്പം ഡോസേജ് കൂട്ടി കൊടുക്കണം. ഡോസേജ് ആണ് 1 കോഴിക്ക് 1 ml എന്നുള്ള വെള്ളത്തിൽ ചാലിച്ചതിന് ശേഷം ആദ്യത്തെ ദിവസം കൊടുക്കണം, പിന്നെ പിറ്റേ ദിവസവും കൊടുക്കണം. അത് മാറിയില്ലെങ്കിൽ 3 ദിവസം കണ്ടിന്യൂ കൊടുക്കുമ്പോൾ റെഡിയാവും. പക്ഷെ ഇത് കൊടുത്തിങ്ങനെ 3 ദിവസം കണ്ടിന്യൂ ഈ കോഴികൾക്ക് കൊടുക്കുന്നുണ്ട്, വിരമരുന്ന് കൊടുക്കുന്നുണ്ട്, അതെ, കോഴിക്ക് ക്ഷീണം ഉണ്ടാവും. ആദ്യത്തെ 2 ദിവസം കൊടുക്കുമ്പോൾ ഓക്കെ ആണെങ്കിൽ 3ാമത്തെ ദിവസം കൊടുക്കണ്ട. ആദ്യത്തെ 1 ദിവസം കൊടുക്കുമ്പോൾ അത് മാറിയിട്ടുണ്ടെങ്കിലും കൊടുക്കണ്ട. മാറിയില്ലെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ക്ഷീണം മാറ്റാൻ വേണ്ടി വിമറാൾ എന്ന് പറഞ്ഞ മെഡിസിൻ കിട്ടും. അത് വിരമരുന്ന് എപ്പോൾ കൊടുത്താലും വിമറാൾ കൊടുക്കുന്നത് നല്ലതാണ്. അതിനെ ടെൻഷൻ ഫ്രീ ആക്കും കോഴികളെ. അതേപോലെ കോഴികൾ പല രീതിയിലൊക്കെ ഭയപ്പെടുവാണെങ്കിൽ വിമറാൾ കൊടുക്കാം. വാക്സിനേഷൻ കഴിയുമ്പോഴും വിമറാൾ കൊടുക്കാം. അങ്ങനെ കൊടുക്കാം. നല്ല മെഡിസിനാണ്, ടെൻഷൻ ഫ്രീ, സ്ട്രെസ് ഫ്രീ ആക്കുന്ന മെഡിസിൻ. അല്ലാതെ വിറ്റാമിൻ മുട്ടത്തോട് ഉൽപാദനത്തിനൊന്നും അതിന് കൊടുക്കേണ്ട കാര്യമില്ല. ചിലവരൊക്കെ ചുമ്മാതെ കൊടുക്കും, അതിന്റെ ആവശ്യമില്ല. ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ മുട്ട ഉൽപാദനം കൂടാനായിട്ട് എന്ത് ചെയ്യാൻ കഴിയും? മുട്ട ഉൽപാദനം കൂടാൻ വേണ്ടി നമുക്ക് പ്രോട്ടീൻ കണ്ടന്റ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. പ്രോ മിൽക്ക്, അതുപോലെ തന്നെ പല കമ്പനികളുണ്ട്. ഒരു കമ്പനി ഞാൻ സ്റ്റെപ്പ് ചെയ്യുമല്ല, പല കമ്പനികൾ ഓസോമിൻ, പ്രോ മിൽക്ക്, അല്ലെങ്കിൽ കാൽസ്യം സപ്ലിമെന്റ് ഉണ്ട്. പിന്നെ നമ്മുടെ നാടൻ കക്ക ഉണ്ടല്ലോ, കക്ക പൊടിച്ചു കൊടുക്കാം. അങ്ങനൊക്കെ വെള്ളത്തിലിട്ട് തലേദിവസം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വെള്ളം ഊറ്റി കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഹൈടെക് രീതിയിലാണ് ഞങ്ങൾ ഫാം നിർമ്മിക്കുന്നത്, കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ പൈപ്പിനകത്ത് കയറി ഇതിന്റെ കക്കപ്പൊടി അടിഞ്ഞ് ബ്ലോക്കായി ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ തെളിനീര് കൊടുക്കണം, പൊടി ഒരിക്കലും പോകരുത്. അത് അങ്ങനെ കൊടുക്കുമ്പോൾ സാധാരണ രീതി ഈ ലിറ്റർ സിസ്റ്റത്തിൽ ഈ 10 കോഴികളൊക്കെ തറയെ വെച്ച് വെള്ളം കൊടുക്കുകയാണെങ്കിൽ നോ പ്രോബ്ലം. അല്ലാതെ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട്, ഒരു കാര്യം കൂടെ, എന്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞ്, ഇങ്ങനെയുള്ള, അതായത് BB380 ഇങ്ങനെയുള്ള കോഴികളെ ഒരിക്കലും അഴിച്ചു വിട്ട് വളർത്തരുത്, അവരഴിച്ചു വിട്ട് വളർത്തിയാൽ അവരുടെ മുട്ട ഉൽപാദനം കുറയും എന്ന് പറയുന്നുണ്ട്. അത് നേരാണോ കാര്യം? അങ്ങനെ നേരെന്ന് പറയാം, അത് നേരാണ്. അതെന്താന്ന് വെച്ചാൽ ഇത് അത്യുൽപാദന ശേഷിയുള്ള കോഴികളാണ്. ഇതിന് അന്നേരം കൂടുതലായിട്ട് അഴിച്ചുവിട്ട് നമ്മളിത് വളർത്തുകയാണെങ്കിൽ ഇതിന് ക്ഷീണം സംഭവിക്കും. ഇതിന് ഫീഡ് എടുക്കുന്ന എനർജി ഇതിന് നടക്കാനും മറ്റു പ്രവണതയിലേക്ക് മാറുമ്പോൾ ഇതിന് എനർജി ലോസ് ആവും. അപ്പം ഇതിന്റെ ഉൽപാദനത്തെ ബാധിക്കും. ഇത് മാത്രമല്ല, വൈറ്റ് ലോഗോണ്, അതേപോലെ അത്യുൽപാദന ശേഷിയുള്ള എല്ലാ ബ്രീഡുകളും അങ്ങനെയാണ് അഴിച്ചുവിട്ട് വളർത്തിയാൽ. നമുക്ക് നാടൻ കോഴികളെ പണ്ടെന്ന് വെച്ചാൽ നമ്മൾ അഴിച്ചുവിട്ട് വളർത്തുന്ന ഒരു മെത്തേഡ് അല്ലേ? അതുകൊണ്ടാണ് ഇവർക്ക് അങ്ങനെ ഒരു പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം എന്റെ മുന്നിൽ വന്നു. പറ്റും, എഗ്ഗ് കുറയും. അഴിച്ചുവിട്ട് വളർത്തുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ ശരാശരി കിട്ടും. ഇപ്പം ഏകദേശം 92% ഒക്കെ ഞങ്ങൾ കൊടുക്കുന്ന ഫാമുകളിൽ കിട്ടുന്നുണ്ട് എഗ് പ്രൊഡക്ഷൻ. അഴിച്ചുവിട്ട് വളർത്തുവാണെങ്കിൽ നമ്മളൊരു 70-65 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. എനിക്ക് എന്റെ കയ്യിൽ ചോദ്യങ്ങളൊക്കെ ഏകദേശം എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ചേട്ടൻ എന്തെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്, അതൊന്ന് എന്നെ കാണുന്ന ആൾക്കാർ, അതായത് നമ്മള് ചെറുകിട കർഷകരായിരിക്കും എന്നെ കാണുന്നവർ. എന്തായാലും തീർച്ചയായിട്ടും വലിയ നിങ്ങളെ പോലുള്ള ഫാമിംഗായിരുന്നു എന്നെ വന്നത് കാണത്തില്ല. ചെറുകിട കർഷകരാണ്, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന, അവര് വരട്ടെ കുറച്ചുകൂടെ മുന്നോട്ട് അല്ലേ? സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഇത് ഈ ഒരു ഫീൽഡിലോട്ട് ആദ്യം തന്നെ, കാരണം ഞാൻ പറയുന്നത് എന്താണെന്നറിയാം, ഞാനത് ചേട്ടാ,
ഈ വീട്ടില് ഹസ്ബൻഡ് ജോലിക്ക് പോയി, മക്കള് സ്കൂളിൽ പോയി, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, സ്ത്രീകളുണ്ടല്ലേ, അവരുടെ ചിന്ത എന്നെ പലരും ഇന്ന് ഞാനിപ്പോ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്തും അനന്ത് ചേട്ടനെ ഒരാളെ കോണ്ടാക്ട് ചെയ്യിക്കാൻ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവൾ എന്നെ വിളിച്ചിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, ഇനി എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ജോലിയുണ്ടോ, ഞാൻ എന്ത് ചെയ്താൽ എനിക്ക് എന്റേതായ ഒരു 10 രൂപ കണ്ടെത്താൻ പറ്റും. അപ്പൊ അങ്ങനെ ഒത്തിരി ആൾക്കാര് ശ്വാസം മുട്ടിയിരിക്കുന്ന, എനിക്ക് അവനവന്റേതായ ഒരു 10 പൈസ കണ്ടെത്തണമെന്ന് കരുതി ശ്വാസം മുട്ടിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരു ഇതാവട്ടെ അല്ലേ? അതെ അതെ അതെ. ഇപ്പം നമുക്ക് ആദ്യം തന്നെ പറയാം, ഇപ്പം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ മേഖലയിലോട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലേ വരാവുള്ളൂ. തീർച്ചയായിട്ടും. അല്ലാതെ ഈ പൈസ മോഹിച്ച് വരരുത്. പൈസ മോഹിച്ച് വന്നാൽ ഇതിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പം ഫസ്റ്റ് ആര് വന്നാലും ഇതിനകത്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഇതിനൊരു അസുഖം വരും, ജീവനുള്ള വസ്തുവാണ്, നമുക്ക് അസുഖം വരുന്ന പോലെ ഇതിനും വരും. ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. ആ ഒരു ട്രീറ്റ് ചെയ്യാനുള്ള ഒരു അവർക്ക് വാരി കൊടുക്കേണ്ട വരും, തനിയെ ഫുഡ് എടുക്കാത്തവർ വരും, അവർക്ക് വാരി കൊടുക്കേണ്ട സ്റ്റേജ് വരെ വരും. അപ്പൊ നമ്മളത് ചെയ്തേ പറ്റും. അവര് അടുക്കി പിടിക്കേണ്ട വരും. അതിനുള്ള മനസ്സുള്ളവരെ വരാവൂ. എന്നെ കളിയാക്കും, എന്നെ മോളൊക്കെ വിളി, അമ്മ കോഴി എടുത്ത കൈകൊണ്ടാണ് ഞങ്ങളെ വന്നെടുക്കുന്നത്. ഞാൻ അടുക്കി പിടിക്കേണ്ട സ്ഥാനത്ത് അടുക്കി പിടിക്കുക തന്നെ ചെയ്യും. നമ്മളത് ചിലപ്പോൾ വാരി കൊടുക്കേണ്ട സമയത്ത് വാരി കൊടുക്കും. അപ്പൊ അതിനൊക്കെ നല്ല മനസ്സുള്ളവർ മാത്രമേ ഇതിലേക്ക് വരാവുന്നതുകൂടാണ് നമ്മളോട് പറയുന്നത്. അതെ, അതാണ് ഫസ്റ്റ്. അതിനുശേഷം നമ്മൾ കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് കൊടുക്കും, ഇതിനെ എങ്ങനെ വളർത്തണം. 1000 കോഴി വരെയൊക്കെ ഒരു സ്ത്രീക്ക് സുഖമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. നമ്മുടെ കൺസ്ട്രക്ഷൻ എല്ലാം ഹൈടെക് രീതിയിലാണ് വരുന്നത്, വലിയ ലോഡ് വരുന്നില്ല. ഇതുപോലെ കാഷ്ടം വാരി മാറ്റണ്ട. ഇതിന്റെ മെയിൻ പ്രോബ്ലം നമ്മൾ ഇതിന്റെ കാഷ്ടം വാരി മാറ്റുന്നത്, അത് മാറ്റണ്ടാത്ത ഒരു കമ്പോസ്റ്റ് മെത്തേഡിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഫീഡ് ഇട്ട് കൊടുത്താലും അതുപോലെ തന്നെ മെഡിസിൻ എല്ലാം വാട്ടറിൽ ഡൈല്യൂട്ട് ചെയ്താണ് കൊടുക്കുന്നത്. ആ രീതിയിൽ കൊടുക്കുക ഡെയിലി. അതൊരു 2 നേരം കൊടുക്കുക. അതിനൊന്നും വലിയ ജോലി വരുന്നില്ല. ഫീഡ് കൊടുക്കുക, എഗ്ഗ് കളക്ട് ചെയ്യുക. പിന്നെ ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾ ഫാമിൽ സ്പെൻഡ് ചെയ്യാനുള്ള സമയം കണ്ടെത്തണം. അവർക്ക് എന്തെങ്കിലും അവരൊന്ന് നിരീക്ഷിക്കണം. നമ്മൾ അവരുടെ ഇടയ്ക്കൂടെ നടന്ന് അവർക്ക് എന്തെങ്കിലും ഒന്ന് മൗനിച്ച് നിന്നാൽ പോലും നമ്മൾ അവരെ വാച്ച് ചെയ്തെങ്കിൽ, അല്ലെ അവരെ നമ്മൾ നോക്കിയെങ്കിൽ അവർക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലാതെ കുറെ കോഴിയെ മേടിച്ച് ഞാൻ കൂട്ടിലിട്ടിട്ടുണ്ട്, തീറ്റ ഇട്ട് കൊടുക്കുന്നുണ്ട്, മുട്ട പിറക്കാൻ ചെന്നാൽ മാത്രം മതി എന്ന് ചിന്തിച്ചാല് എപ്പോ കൈനഷ്ടം വന്നു എന്ന് ചോദിച്ചാൽ മാത്രം മതി. കാരണം ഇവര് കൂട്ടത്തോടെ ചത്തുപോകും. ഒരാൾക്ക് വല്ല സിക്നസ് വന്നാൽ മറ്റുള്ളവർക്ക് ഓട്ടോമാറ്റിക്കലി വരും. എന്താ പറയാ, ഞാന് ചെന്നൈ പോലുള്ള അമ്മമാരെയും ഫ്രണ്ട്സിനെയും ഒക്കെ ഇതിലേക്ക് ചെയ്യുക എന്ന് പറഞ്ഞ് മോട്ടിവേഷൻ തരുന്നെന്ന് കരുതി ചാടിക്കയറി ചെയ്യാൻ ഒരിക്കലും നിൽക്കരുത്. നിങ്ങൾക്ക് ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. ഈ വീഡിയോ എനിക്ക് ഒരിക്കലും ഇത് ഫുള്ളായിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇത് നമുക്ക് അനന്ത് ചേട്ടനായിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന്റെ ഉറപ്പായിട്ടും ഇതിന്റെ സെക്കൻഡ് പാർട്ട് 2 പാർട്ടായിട്ടായിരിക്കും ഈ വീഡിയോ തിരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ കാണുന്നവര് സെക്കൻഡ് പാർട്ടൂടെ കാണാൻ മറക്കരുത്. കാരണം ഇവിടെ നിന്ന് ഞങ്ങളൊരു ചർച്ച കഴിഞ്ഞിട്ട് എന്തായാലും ഫാമിനുള്ളിൽ കയറി നമ്മുടെ കോഴികളെ കൂടെ കണ്ട് അവരുടെയൊക്കെ കൂടെ ഒരു വീഡിയോ കവർ ചെയ്യും. അപ്പൊ ഇത് 2 പാർട്ടായിട്ടായിരിക്കും വരുന്നത്. സെക്കൻഡ് പാർട്ടും കണ്ട് ഞങ്ങളെ സപ്പോർട്ട്